തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ യുവതിയുടെ കൈ വെട്ടിമാറ്റിയ പ്രതി പിടിയിലായി. അഞ്ചുതെങ്ങ് സ്വദേശി അനുവാണ് പിടിയിലായത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിടികൂടുകയായിരുന്നു. അശ്വിൻ ഡിയാഗോ വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, അതിക്രൂരമായ സംഭവമാണ് ഉണ്ടായത്. മാത്രമല്ല, ഇത് പെരുവഴിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. യുവതിയുടെ കൈ വെട്ടിമാറ്റുകയായിരുന്നു. യുവതി ചികിത്സയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എവിടെ നിന്നാണ് ഈ അനു എന്നയാൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്? മധു, ഞാനിപ്പോൾ ഉള്ളത് ആ സംഭവം നടന്ന സ്ഥലത്താണ്. കലിംഗ് ജംഗ്ഷൻ എന്നുള്ളതാണ് ഇതിന്റെ പേര്. ഈ കാണുന്ന ഭാഗത്ത് വെച്ചാണ് ഈ അതിക്രൂരമായ സംഭവം നടന്നിട്ടുള്ളത്. അതായത് ഈ ഇരുവരും നേരത്തെ മുതൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇന്ന് കോട്ടയത്ത് നിന്ന് ജോലിക്ക് പോയ ശേഷം അവിടെ നിന്നും തിരിച്ചാണ് ഈ പെൺകുട്ടി ഇവിടേക്ക് എത്തുന്നത്, വിജി ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ എത്തിയ ശേഷം ഈ സംഭവം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തായി തന്നെ ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെയാണ് ഈ പ്രതിയായിട്ടുള്ള അനു ജോലി ചെയ്യുന്നത്. ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എത്തിയ ശേഷം ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു. വാക്കേറ്റമുണ്ടായ ശേഷം അത് ഇവിടേക്ക് എത്തി. അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ കാണുന്ന വെൽഡിംഗ് വർക്ക്ഷോപ്പിലാണ് ഈ പ്രതിയായിട്ടുള്ള അനു വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്നും കിട്ടിയ ഒരു കടാര ഉപയോഗിച്ചാണ് ഈ ഒരു കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആദ്യം 2 കൈക്കും വെട്ടുന്നു, പിന്നീട് തലയ്ക്കും കാലിനും വെട്ടി പരിക്കേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. 5-ലധികം വെട്ട് ഈ വിജിമോളുടെ ദേഹത്തുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ പരിക്കുകളെല്ലാം തന്നെ അതീവ ഗുരുതരമാണ്. വലത് കൈ പൂർണ്ണമായും തന്നെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയിട്ടുണ്ട്. ഇടത് കൈയിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട്. തലയ്ക്കും അതുപോലെ തന്നെ മുട്ടിന് താഴെയും വെട്ടുകൾ ഉണ്ട്. മനഃപൂർവ്വം കൊലപ്പെടുത്താനുള്ള ശ്രമം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ സമയം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ഈ ഭാഗത്തൊന്നും തന്നെ ആരും ഉണ്ടായിരുന്നില്ല. അത് ഈ പ്രതിയായിട്ടുള്ള അനുവിനെ അറിയാം എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഈ അനു അഞ്ചുതെങ്ങ് സ്വദേശിയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെ ഈ കാണുന്ന ഈ വർക്ക്ഷോപ്പിലാണ് ഇയാൾ ജോലി ചെയ്ത് വരുന്നത്. അങ്ങനെയാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ ഉച്ചയോടുകൂടി ഈ 37കാരി ഇവിടേക്ക് എത്തുന്നതും ഇരുവരും തമ്മിൽ വീണ്ടും വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്യുന്നത്. അത് ഒരു കൊലപാതകത്തിലേക്ക് ശ്രമത്തിലേക്ക് നയിക്കുന്നതും അതിക്രൂരമായിട്ടുള്ള ഈ ഒരു സംഭവത്തിലേക്കും എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടുന്ന് ഈ സംഭവം നടന്നതിന് ശേഷം ഇയാൾ തന്നെ ഈ നിലവിളി കേട്ട് ബാക്കി അടുത്ത് ഉണ്ടായിരുന്നവരെല്ലാം ഓടിയെത്തിയതോടുകൂടി ഇയാൾ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ്. ഇവിടുന്ന് തൊട്ടടുത്താണ് കടക്കാവൂർ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ആ ഭാഗത്ത് വെച്ച് തന്നെ പോലീസ് ഇയാളെ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ പിടികൂടി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്പസമയം മുമ്പ് വർക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ആ സംഘം ഇവിടുന്ന് മടങ്ങിയിട്ടുള്ളത്. എന്തായാലും മണിക്കൂറുകൾക്ക് തന്നെ പ്രതിയെ പിടികൂടി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എന്തിനായിരുന്നു ഈ ഒരു കുറ്റകൃത്യത്തിലേക്ക് അയാൾ നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. കുടുംബ പ്രശ്നം നേരത്തെ മുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1 വർഷം മുമ്പും സമാന രീതിയിൽ ഇവിടെ ഈ വിജിമോൾക്ക് നേരെ ഒരു ആക്രമണം നടന്നിട്ടുണ്ട്. അതും ഇയാൾ തന്നെയാണ് ആക്രമണം നടത്തിയത് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയെന്നുണ്ടെങ്കിൽ നേരത്തെ ഈ വിജിമോൾ ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതേ തുടർന്ന് എന്തെങ്കിലും നിയമ നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ, അതിലുള്ള പ്രതികാരമാണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. മാത്രമല്ല, ഈ അഞ്ചുതെങ്ങ് സ്വദേശിയായിട്ടുള്ള ഈ അനു മറ്റേതെങ്കിലും കേസുകളിൽ അടക്കം പ്രതികളാണോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഇയാളിപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാധു, ശരി, അശ്വിൻ ഡിയാഗാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം അഞ്ചുതെങ്ങിലാണ് ഈ യുവതിയുടെ കൈ വെട്ടിമാറ്റിയത്. പ്രതി അനു ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു.